ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാരയിൽ വചനം പറയുവാൻ ദൈവം തമ്പുരാൻ തന്ന ഭാഗ്യാവസരത്തിനായി ഞാൻ ആദ്യമായി ദൈവത്തെ സ്തുതിച്ചുകൊള്ളട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 34 സങ്കീർത്തനമാണ്. പീഡനകാലത്തെ രക്തസാക്ഷികളുടെ ചുണ്ടിൽ ഉയർന്നിരുന്ന ഒരു സങ്കീർത്തനമാണിത്. ഇന്നും സകലർക്ക് ധൈര്യവും ഉന്മേഷവും നൽകുന്ന ഒരു സങ്കീർത്തനം കൂടിയാണിത്. ഈ സങ്കീർത്തനത്തെ രണ്ടായി തരംതിരിക്കാം. 1 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങളിൽ സങ്കീർത്തനക്കാരനോട് ഒന്നിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനുള്ള ആഹ്വാനവും 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പൊതുവായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ്. ദൈവത്തെ എല്ലാ കാലത്തും സ്തോത്രം ചെയ്യണമെന്നാണ് സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത്. കാലമൊക്കെയും നേരമൊക്കെയും നാം ജീവനോടിരിക്കുന്ന നാളൊക്കെയും ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനം 34 അധ്യായത്തിന്റെ 4-6 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമള്ളി. എൻ്റെ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. ദൈവസംസർഗത്തിൽ കഴിയുന്നവരുടെ മുഖം പ്രകാശിതമാക്കും. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനാവാൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പോസ്തലപ്രവൃത്തി 6:15 പറയുന്നുണ്ട്: ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. പ്രകാശമായ ദൈവത്തെ നോക്കി അവിടത്തോടുള്ള ബന്ധത്തിൽ നാം കഴിയുമ്പോൾ നാം പ്രകാശിതരായിത്തീരുന്നു. യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വാടിയതും കരിവാളിച്ചതുമായ മുഖം ദൈവപ്രസാദം കൊണ്ട് പ്രകാശമാകും. നാം ദൈവത്തെ ഭയപ്പെട്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിതം നയിച്ചാൽ ദൈവത്തിന്റെ മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യഹോവയോടുള്ള ഭക്തി എങ്ങനെയാണ് നാം പ്രകടമാക്കേണ്ടത് എന്ന് 34 സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുന്നു. നാവിനെ സൂക്ഷിക്കണമെന്നും ദോഷം വിട്ടൊഴിഞ്ഞ് ജീവിക്കണമെന്നും പറയുന്നു. ദുഷ്ടന്മാരോട് ദൈവം മുഖം മറിച്ചു കളയുമെന്നും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന നീതിമാന്മാർക്ക് ധാരാളം നന്മ ലഭിക്കുമെന്ന് പറഞ്ഞാണ് 34 സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം 34:18-20 വാക്യങ്ങളിൽ പറയുന്നുണ്ട്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. നീതിമാന്മാർക്ക് കഷ്ടങ്ങൾ വരികയില്ല എന്നല്ല, എന്നാൽ അവയിൽ നിന്നെല്ലാം യഹോവ അവനെ വിടുവിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളിലും യേശുവിന്റെ സഹനങ്ങളെ ഏറ്റുവാങ്ങി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വർദ്ധിക്കുമ്പോൾ പതറിപ്പോകാതെ നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം ഉയരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാവുകയുള്ളൂ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ യേശു നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് സ്തോത്രത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ക്രൂശിന്റെ പാത പിൻപറ്റി മുന്നോട്ട് പോകാം. ദൈവം തമ്പുരാൻ നാം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ വാക്ക് നിർത്തുന്നു.